അങ്ങനെ ഓടി ഒരു കുന്നിൻ്റെ ചെരുവിലെത്തുമ്പോഴാണ് ഈ ഡെത്ത് വാലി നാഷണൽ പാർക്കിലേക്ക് കയറുന്നിടത്ത് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം. അപ്പോൾ അവിടെ മനുഷ്യരില്ല, ഇവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ ഡെത്ത് വാലിയിൽ ആപ്പാടെ 37 പേരോ 40 പേരോ ആയിട്ടാണ് അവിടെ താമസിക്കുന്നവരുള്ളത്. അതൊക്കെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ അവിടെ 1-2 റിസോർട്ടുകളുണ്ട് കേട്ടോ. അതായത് സായിപ്പിന് ഏത് എക്സ്ട്രീമിലും കുറച്ച് ദിവസം ജീവിക്കാനുള്ള ആഗ്രഹങ്ങളുണ്ട്. അതാണല്ലോ ഈ സാഹസിക ബുദ്ധി എന്ന് പറയുന്നത്. ഈ 56 ഡിഗ്രി സെൽഷ്യസിൽ സുഖവാസത്തിന് വരുന്ന വിദ്വാന്മാർ അവിടെയുണ്ട്. അവർക്കുള്ള റിസോർട്ടുകൾ ഇതിനകത്തുണ്ട്, ഈ ഡെത്ത് വാലിക്കകത്തുണ്ട്. അപ്പം ഇവിടെ ഈ ടിക്കറ്റ് എടുക്കുന്നിടത്തും ആരുമില്ല. അപ്പോൾ അവിടെ ഒരു 2 ടിക്കറ്റിംഗ് മെഷീനുകളുണ്ട്. പൈസ ഇട്ട് ടിക്കറ്റ് എടുക്കുക, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴി ടിക്കറ്റ് എടുക്കുക. അതിൽ ഒരെണ്ണം വർക്ക് ചെയ്യുന്നില്ല. ചെന്നവരെല്ലാം അതുകൊണ്ട് ഈ വർക്ക് ചെയ്യുന്ന ഒരെണ്ണത്തിന് പുറകെ നിൽക്കുക. അതും വല്ലപ്പോഴും വർക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷേ എല്ലാവരും ക്ഷമയോടെ നിന്ന് ഈ ടിക്കറ്റ് എടുക്കുന്നു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ സംഭവം ഇവിടെയല്ല. ഇത് കഴിഞ്ഞ് നമ്മൾ ഡെത്ത് വാലിയിലേക്ക് ചെല്ലുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്നറിയോ, ഒരിടത്തും ടിക്കറ്റ് പരിശോധിക്കുന്നില്ല. ടിക്കറ്റ് പരിശോധിക്കാൻ ഒരു മനുഷ്യനുമില്ല. അവിടെയാണ് ഈ അമേരിക്കക്കാർ അല്ലെങ്കിൽ ഈ പല ലോകരാജ്യങ്ങളിൽ നിന്ന് വന്നവർ ഈ വർക്ക് ചെയ്യാത്തൊരു മെഷീൻ്റെ മുമ്പിൽ ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിന്ന് ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുക. നമ്മുടെ നാട്ടിലാണെങ്കിൽ പരിശോധിക്കാൻ ഒരാളില്ലാത്തടത്ത് ടിക്കറ്റ് മെഷീൻ വർക്ക് ചെയ്യുന്നുമില്ലെങ്കിൽ അത് നന്നാകുന്നിടം വരെ ഈ വെയിലത്ത് ക്യൂ നിൽക്കുമോ?